بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്തുൽ ഹശ്ർ 15-16 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ സൂചിപ്പിക്കാം. كمثل الذين من قبلهم قريبا كمثل الذين ഈ ഹർഫുകളെല്ലാം ഇസ്തിഫാലിൻ്റേതാണ്, തർക്കീഖ് ചെയ്യേണ്ടവയാണ്. ഒന്നിനും ഹെവിയാക്കി തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കേണ്ടതായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. മിൻ ഖബ്ലിഹിം, ഇവിടെ സാക്കിനത്തായ നൂനിനെ ഇഖ്ഫാ ചെയ്യണം. ഇഖ്ഫാ ഹഖീഖി അഥവാ മറച്ച് മണിക്കുക, അവ്യക്തമാക്കി മണിക്കണം എന്നർത്ഥം. മിൻ ഖബ്ലിഹിം ശേഷം ഖാഫ് ആയതുകൊണ്ട്, അതായത് ഖാഫ് തടിപ്പിച്ചുച്ചരിക്കേണ്ട, സ്വരഭാരത്തോടെ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. തഫ്ഖീം ചെയ്യേണ്ട ഇസ്തിഅലാൻ്റെ ഹർഫാണ്. അതുകൊണ്ട് തന്നെ നൂനിൻ്റെ മണിക്കലിലും തഫ്ഖീം വേണം. മിൻ ഖബ്ലിഹിം എന്ന് പറയണം. ഖബ്ലിഹിം സാക്കിനത്തായ ബാഇൻ്റെ സുക്കൂനിനെ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ വ്യക്തമാക്കി ചലിപ്പിക്കുക. ഖബ്ലിഹിം എന്നതിലെ സാക്കിനത്തായ മീം ഇതിന് ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. മിൻ ഖബ്ലിഹിം ഖരീബ, ഖരീബ എന്ന് പറയുമ്പോൾ ഖാഫിന് തഫ്ഖീം ചെയ്യേണ്ടതാണ്, സൂചിപ്പിച്ചു. ഇസ്തിഅലാൻ്റെ 7 അക്ഷരങ്ങളിൽപ്പെട്ടതാണ് ഖാഫ്. തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. ഖരീബ, ഖരീബ ദഖു അവിടെ ചേർത്ത് ഓതുകയാണെങ്കിൽ തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിക്കുക. قريبا ذاقوا وبال أمرهم. ذاقوا എന്ന് പറയുമ്പോൾ ഖാഫിൽ തഫ്ഖീം വരുന്നുണ്ട്, നിസ്ബിയായ അപേക്ഷികമായ തഫ്ഖീം. അതിനെ തടിപ്പിച്ച് ഉച്ചരിക്കുക. ذاقوا وبال أمرهم ولهم أمرهم ഇതിൽ 2 സാക്കിനത്തായ മീമുണ്ട്. എന്ന ആ മീം എന്ന് പറയുമ്പോഴുള്ള സുക്കൂനുള്ള മീം, ഇതിന് ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. അതേപോലെ തന്നെ അന്ത്യത്തിൽ വന്ന അംരിഹിം വലഹും, ഇവിടെ മീമും ശേഷം വാവുമാണ്. സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യേണ്ട സന്ദർഭവുമാണ്. വാവ് ചുണ്ടിൽ നിന്ന് ഉച്ചരിക്കുന്ന അക്ഷരമാണ്, അതേപോലെ മീമും. അതുകൊണ്ട് മീം അവ്യക്തമാവാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്നതിനാൽ അംരിഹിം വലഹും അദാബ്, വലഹും അദാബുൻ അലീം. വലഹും അദാബ് സാക്കിൻ തമീമും ശേഷം ഐനും ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. മീമിനെ അദാബുൻ അലീം എന്ന് പറയുമ്പോൾ തൻവീനിന് ഇൽഹാർ ഹൽക്കി നൽകി തൻവീനെയും വെളിവാക്കണം, മണിച്ചു പോകരുത്. അപ്പോൾ വബാല അംരിഹിം വലഹും അദാബുൻ അലീം. കമസലി ഷൈത്താൻ, ഷൈത്താൻ എന്ന പദത്തിൽ ത്വാ നന്നായി തടിപ്പിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഇസ്തിഅലാൻ്റെയും ഇത്ബാഖിൻ്റെയും ഒക്കെ ഹർഫാണ്, ഷിദ്ദത്തുള്ള ഹർഫാണ്. തഫ്ഖീം ചെയ്യേണ്ട, സ്വരഭാരത്തോടെ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഈ ഹർഫിനെ ത്വാഇനെ ദീർഘിപ്പിക്കുന്ന അലിഫിലും തഫ്ഖീം നിലനിർത്തുക. അശ്ശൈത്വാ ത്വാ എന്ന് വ്യക്തമാക്കി ഉച്ചരിക്കുക, മഖ്റജിൽ നിന്ന് തന്നെ തടിപ്പിച്ചുകൊണ്ട്. كمثل الشيطان إذ قال للإنسان اكفر. إذ قال എന്ന് പറയുമ്പോൾ ഖാല എന്നതിൽ ഖാഫിനും അലിഫിനും തഫ്ഖീം നൽകണം. ലിൽ ഇൻസാനി, അവിടെ ലിൽ ഇൻസാനി എന്ന് തെറ്റായി പലരും പറയും. അങ്ങനെ പറയരുത്, ഹംസ ക്ലിയറാക്കി വ്യക്തമാക്കി ഉച്ചരിക്കുക. ലിൽ ഇൻസാനി സാക്കിനത്തായ നൂൻ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിച്ച് ഉച്ചരിക്കണം. ലിൽ ഇൻസാനി ക്ഫുർ ഫലമ്മാ കഫർ. ഇവിടെയൊക്കെ റാഹുകളെ തഫ്ഖീം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, തടിപ്പിച്ച് സ്വരഭാരത്തോടെ റാഹുകളെ ഉച്ചരിക്കുക. ഉക്ഫുർ ഉർ എന്നുള്ള റാഹിന് നന്നായി തടിപ്പിച്ചുകൊണ്ടുള്ള ശബ്ദം കൊടുക്കണം. അതേപോലെ ഫലമ്മാ കഫറ ഈ അന്ത്യത്തിലെ റാഹിലും തഫ്ഖീം കൊടുക്കുക, സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. ഫലമ്മ എന്നതിലെ മീമിന് മീം മുഷദ്ദദ എന്ന കാരണത്താൽ ശദ്ദുള്ള മീമാണ്, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
فلما كفر قال നേരത്തെ പറഞ്ഞു, വീണ്ടും ആവർത്തിക്കുന്നു. തഫ്ഖീം ചെയ്ത് ഖാഫിനെയും അലിഫിനെയും ഉച്ചരിക്കുക. ഇന്നി, നൂൻ മുഷദ്ദദയെ മണിക്കണം, ഷദ്ദുള്ള നൂൻ. ബരീഉം മിൻക, ബരീഉൻ, ഇതിലുള്ള ദീർഘം മദ്ദ് മുത്തസിൽ വാജിബ് എന്നതാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ യാഇനെ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. ബരീഉൻ എന്നതിൽ ആ തൻവീൻ ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ബരീഉം മിൻക, ഇദ്ഗാം ബിഗുന്ന കാമിൽ എന്നതാണ് നിയമം. എന്നാൽ മിൻക എന്നതിലുള്ള സാക്കിനത്തായ നൂനും ശേഷം കാഫും ഇവിടെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിക്കുക. മിൻക. ഇന്നി ബരീഉം മിൻക, ഇന്നി, വീണ്ടും ഇന്നി ആവർത്തിക്കുന്നു. നൂൻ മുഷദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഇന്നി അഖാഫുല്ലാഹ, ഇവിടെ ഇന്നി എന്നതിലെ ദീർഘം മദ്ദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. ഒരു പദത്തിൻ്റെ അന്ത്യത്തിലാണല്ലോ, അടുത്ത പദത്തിൻ്റെ ആരംഭത്തിൽ ഹംസ വന്നതുകൊണ്ടാണ് ഇങ്ങനെ ദീർഘിപ്പിക്കുന്നത്. ഇത് 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. ഖാഫു എന്ന് പറയുമ്പോൾ ഖായിനും അലിഫിനും തഫ്ഖീമുണ്ട്, സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. അഖാഫുല്ലാഹ, അല്ലാഹ് എന്ന ഇസ്മുൽ ജലാലയിലും തഫ്ഖീം കൊടുക്കുക, തടിപ്പിക്കുക. റബ്ബൽ ആലമീൻ, റബ്ബ് എന്ന് പറയുമ്പോൾ തഫ്ഖീം ചെയ്ത് തടിപ്പിച്ച് റാഇനെ ഉച്ചരിക്കുക. റബ്ബ്, റബ്ബൽ ആലമീൻ. തഫ്ഖീം ചെയ്യേണ്ടതായ, സ്വരഭാരത്തോടെ ഉച്ചരിക്കേണ്ടതായ അക്ഷരങ്ങളെ നാം പ്രത്യേകം എടുത്തു പറഞ്ഞു. അവയല്ലാത്തവയ്ക്കൊക്കെയും തർക്കീഖാണ്, നേർപ്പിച്ച് ഉച്ചരിക്കേണ്ടവയാണ്, ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. كمثل الذين من قبلهم قريبا ذاقوا وبال أمرهم ولهم عذاب أليم. كمثل الشيطان إذ قال للإنسان اكفر فلما كفر قال إني بريء منك إني أخاف الله